السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും വെള്ളിയാഴ്ചയിലെ അനുഗ്രഹീതമായ ഒരു ദിവസത്തിലാണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മള് അൽഹംദുലില്ലാ റമദാനിലെ 30 നോമ്പുകളും അനുഷ്ഠിച്ചു. അതിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ നമുക്ക് പരമാവധി ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകളും ദുആകളും ജീവിതത്തിൽ പാലിച്ച് അതുപോലെ ഏതെല്ലാം മേഖലകളിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയോ ആ ഒരു മേഖലകളിലൂടെ എല്ലാം മുന്നോട്ട് നീങ്ങി റമദാനിനെ നമ്മൾ പറഞ്ഞയച്ചവരാണ് നമ്മളെല്ലാവരും. ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനം ചെയ്ത് ഇന്ന് ശവ്വാൽ 22 ദിവസം റമദാൻ കഴിഞ്ഞിട്ട് പിന്നിട്ടു. നമ്മുടെ ജീവിതത്തില് നമ്മൾ റമദാൻ കഴിഞ്ഞതിന് ശേഷം എത്രമാത്രം അതുപോലെ റമദാനിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ജീവിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റമദാനില് അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കെട്ടിവെക്കുമെന്നുള്ളതാണ്. അതിനുശേഷം പിശാചിനെ തുറന്നു വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഴയ ജീവിത ശൈലികളിലേക്കും പഴയ രൂപത്തിലേക്കും നമ്മൾ പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു റമദാൻ മാസത്തിന് എങ്ങനെയാണോ നമ്മൾ ചെയ്തിരുന്നത്, പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്, എങ്ങനെയാണോ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് അതുപോലെ തന്നെ പരമാവധി കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ 22 ദിവസം എടുത്തു നോക്കുമ്പോൾ സത്യം പറഞ്ഞ റമദാൻ എന്ന് പറഞ്ഞാല് അടുത്തൊരു വർഷത്തിലേക്കുള്ള പ്രവർത്തനത്തിന് നമ്മൾ തയ്യാറാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ടൈം ടേബിൾ പോലെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാല്. ബാക്കിയുള്ള 11 മാസവും അതെങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ 22 ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും സുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ റമദാൻ മാസത്തിൽ അത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ അതിനോട് എങ്ങനെയാണ് അടുക്കുന്നത്, നമുക്ക് അടുക്കാൻ കഴിയുന്നത് നമ്മൾ ഖുർആനിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുകയും ഉപയോഗിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കുന്ന സമയത്ത് പ്രവാചകന്റെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. ഖദീജയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖദീജ എന്നെ പുതപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ച് കിടത്തിയതിനു ശേഷം പ്രവാചകന് രണ്ടാമത് വഹി ലഭിക്കുന്നത് സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 വചനങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ചു മൂടിയവനെ, ഖും ഫഅൻദിർ, നീ എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക, അതിനുശേഷം നീ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത് ഇറങ്ങുന്ന വചനം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം സമൂഹത്തിന്, സ്വന്തം കുടുംബാംഗങ്ങളെ മുഴുവൻ സഫാ കുന്നിന്റെ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അത് ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്.
ഈ സഫാ കുന്നിന്റെ പിന്നിൽ നിന്നും ഒരു സമൂഹം നിങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഖുറൈശി സമൂഹം, അബൂജഹൽ ഉണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്, അബൂ ലഹബ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഖുറൈശി നേതാക്കൾ എല്ലാവരും ഉണ്ട്. മാത്രല്ല അവിടെ ആരൊക്കെയുണ്ടോ എല്ലാവരും അവിടെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട്. കാരണം അൽ അമീനാണ്, 40 വയസ്സ് വരെ അദ്ദേഹമാണ് ഒരു കാര്യം ചോദിക്കുന്നത്, അദ്ദേഹമാണ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരും തിരിച്ച് മറുപടി കൊടുക്കുന്നത് ഒറ്റ കാര്യമായിരുന്നു, മുഹമ്മദെ നീ എന്താണ്? അൽ അമീനാണ്. അതുകൊണ്ട് തന്നെ നീ പറയുന്നത് എന്തും ഞങ്ങൾ വിശ്വസിക്കും. ഈ സഫാ കുന്നിന്റെ പിന്നിൽ നിന്നും ഒരു സമൂഹം ഞങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു മഹത്തായ ആശയം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന മറുപടി, ഇത് പറയാനാണോ മുഹമ്മദെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് എന്നായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളായിരുന്നു അന്നത്തെ ജനത എന്ന് പറയുന്നത്. തോന്നിയവാസികളായി, ആ കാലഘട്ടത്തിന് കുറ്റം പറയല്ല. നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിവേറി എന്ന് പറയാം. നമ്മള് ഈ ഒരു പ്രായക്കാരൻ കഴിവേറി എന്ന് പറഞ്ഞാൽ കഴിവേറി മോനെ പണ്ട് തെറിയായിരുന്നു. പക്ഷെ ഇന്ന് കഴിവുള്ള ആളുകളെ കഴിവ് ഉള്ളവൻ എന്ന് പറയാൻ കഴിവേറിയാണെന്ന് പറയുന്നത്. അതുപോലെ തോന്നിയവാസികളായി ജീവിച്ചിരുന്ന ഒരു പറ്റം ആളുകളായിരുന്നു അന്നത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ജനങ്ങളുടെ ഇടയിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് പ്രവാചകനോട് തിരിച്ചു മറുപടി പറയുന്നത് ഇങ്ങനെയായിരുന്നു, മുഹമ്മദ് ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഈ ഒരു സഫാ കുന്നിന്റെ അരികിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന. അബൂലഹബ് ചോദിക്കുന്നുണ്ട്, മുഹമ്മദെ നിനക്ക് നാശം, നീ ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും നീചമായ, ഏറ്റവും എന്ത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു സമൂഹം. ആ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുന്നുണ്ട്. അള്ളാഹു പറയുന്ന സൂറത്ത് ആല ഇമ്രാനിലൂടെ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സമുദായത്തെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഏറ്റവും നീചമായ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമാക്കി മാറ്റുന്ന എത്ര വർഷങ്ങൾ കൊണ്ടാണ്? 23 വർഷങ്ങൾ കൊണ്ടാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത പണി. 23 വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള വലിയൊരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞത്? അതിനൊരു ഒറ്റ ഉത്തരമുള്ളൂ, അത് ഖുർആൻ എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഖുർആൻ ആയിരുന്നു മാറ്റുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ആയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഖുർആൻ കൊണ്ട് തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമൂഹത്തെ, ഏറ്റവും നീചമായ ഒരു സമൂഹത്തെ ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമാക്കി മാറ്റിയത് ആ ഖുർആനിലൂടെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ കണ്ണുകൊണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മദീനയിലാണ്. മദീനയിൽ ഓരോ പ്രദേശങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഓരോ സഹാബികളുടെ പേരുകൾ നമ്മൾ കാണുമ്പോഴും ആ സഹാബികളൊക്കെ ഇവിടെ ജീവിച്ച് മരിച്ചു പോയവരാണെന്ന് അറിയുമ്പോൾ ആ സഹാബികളുടെ ജീവിതത്തിലെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് അവർ ചെയ്തിരുന്നത് എന്ന്, അവരുടെ ജീവിത ശൈലികൾ എന്തായിരുന്നു എന്ന്. അതെല്ലാം പഠിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ എല്ലാ സമയവും തുറന്നു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായത്തെ ഒന്നടങ്കം മാറ്റിയത്? ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കാനും ആ ഖുർആനെ മനസ്സിലാക്കാനും ആ ഖുർആനെ ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉത്തമമായ ജീവിതത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഖുർആൻ പഠിച്ചത്, എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത്, അതുപോലെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമായിരുന്നു, ആശയം എങ്ങനെയാണെന്ന് വിവരിച്ചു കൊടുക്കുമായിരുന്നു. നമ്മളും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ഖുർആൻ ഓതുക എന്നതിൽ നിന്ന് മാറിയിട്ട് ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ പ്രതിഫലമുണ്ട്. എന്നാൽ
ഖുർആൻ ഓതുന്നതിൽ നിന്നും മാറി ഒന്ന് നമ്മൾ അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കാൻ കൂടി തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആനിനോട് അടുത്ത് ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമൂഹം ഏറ്റവും വൃത്തികെട്ട സമൂഹം, പ്രവാചകനെ എതിർത്തിരുന്ന ഒരു സമൂഹം, അവർ പോലും ഖുർആനെ കേൾക്കാൻ അന്ന് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന്റെ ആദ്യ കാലഘട്ടം എല്ലാവരും, എല്ലാ നേതാക്കന്മാരും, ഖുറൈശികളിലെ എല്ലാ തലവന്മാരും എതിർത്തു കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം. അബൂ സുഫിയാൻ, അബൂ ജഹൽ, അഹ്നഫ്, അഹ്നഫ് ഇബ്നു ഖൈസ്, ഈ മൂന്ന് പ്രധാനികളുടെ കഥ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും പ്രവാചകൻ രാത്രി നിന്ന് നമസ്കരിക്കും. പ്രവാചകന്റെ വീടിന്റെ അരികിലുള്ള ആളുകൾക്കെല്ലാം പ്രവാചകൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. ഒരിക്കൽ അബൂ സുഫിയാൻ ഈ ഓത്ത് കേൾക്കണമെന്നുള്ള മട്ടിൽ അബൂ സുഫിയാൻ പ്രവാചകന്റെ വീടിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അരികിൽ പോയി സുബഹിയാകുന്നത് വരെ എല്ലാ ദിവസവും സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് പോവാറാണുള്ളത്. അന്ന് സുബഹിയായിട്ടും പോവാൻ കഴിയാതെ പ്രവാചകൻ എപ്പോഴാണ് നമസ്കാരം അവസാനിപ്പിക്കുന്നത് അതുവരെ പ്രവാചകന്റെ പാരായണം കേൾക്കാൻ വേണ്ടി അബൂ സുഫിയാൻ അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അബൂ സുഫിയാൻ രാവിലെ ആകുന്ന ആ ഒരു വെളിച്ചത്തിന്റെ സമയം കാണുമ്പോൾ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് അബൂ സുഫിയാൻ വേറെ ഒരാളെ കാണുന്നുണ്ട്. അബൂ ജഹലായിരുന്നു അത്. അബൂ ജഹലിനോട് അബൂ സുഫിയാൻ ചോദിക്കുന്നത്, അബൂ ജഹൽ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അബൂ ജഹൽ പറയുന്നത്, നീ എവിടെ നിന്നാണ് വരുന്നത്? അവിടെ നിന്ന് തന്നെയാണ് ഞാനും വരുന്നത്. അതായത് രണ്ടുപേരും വരുന്നത് പ്രവാചകന്റെ വീട്ടിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു ഒരാളെ കൂടി കാണുന്നത് ഖുറൈശി നേതാവായിരുന്ന അഹ്നഫ് ഇബ്നു ഖൈസ് ആയിരുന്നു. അത് അഹ്നഫിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാണ് വരുന്നത്? ആ ഒരു സമയത്ത് അഹ്നഫും പറയും, നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ് വരുന്നത്? അതായത് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അവർ മൂന്നു പേരും തിരിച്ചു മടങ്ങിയിരുന്നത്. എന്നാൽ ഒന്നാമത്തെ ദിവസം അവർ തിരിച്ചു മടങ്ങുന്ന സമയത്ത് അവർ ഒരു തീരുമാനമെടുക്കുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരിക്കലും ഖുർആൻ പാരായണം കേൾക്കാൻ പോകില്ല. കാരണം എന്താണ്, നമ്മൾ പോകുന്നത് മറ്റാരെങ്കിലും കാണുകയാണ് എങ്കിൽ അത് നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നുമായി മാറില്ലേ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസം രാത്രിയാവുന്ന സമയത്ത് അബൂ സുഫിയാൻ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പോകുന്നു, പാരായണം കേൾക്കുന്നു, രാവിലെയാകുന്നു, തിരിച്ചു മടങ്ങുന്നു, അബൂജഹലിനെ കാണുന്നു, അബൂജഹലിനോട് സംസാരിക്കുന്നു, അഹ്നഫിനെ കാണുന്നു, അഹ്നഫിനോട് സംസാരിക്കുന്നു. അവർ രണ്ടാമത്തെ ദിവസം ഒരു തീരുമാനമെടുക്കുന്നു, ഇനി നമ്മൾ ഒരിക്കലും പോവില്ല എന്ന്. മൂന്നാമത്തെ ദിവസം രാത്രിയാകുന്നു, ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നു. അബൂ സുഫിയാൻ രാവിലെയാകുന്ന സമയത്ത് വീട്ടിലേക്ക് ഓടുന്ന സമയത്ത് അബൂജഹൽ കാണുന്നു. അബൂജഹൽ അബൂ സുഫിയാനും പിന്നീടും സംസാരിക്കുന്നു. അഹ്നഫിനെയും കാണുന്നു. അഹ്നഫിനെ കൈസിനെ കണ്ടതിന് ശേഷം അഹ്നഫിനോടും പിന്നീട് സംസാരിക്കുന്നു. ഇന്ന് നമുക്ക് പോകണമെന്ന് തോന്നുകയാണ് എങ്കിൽ ഇന്ന് ഒരാളുടെ വീട്ടിൽ നമ്മൾ സംഗമിക്കും, ഒരുമിച്ച് കൂടും, അതിനുശേഷം നമ്മൾ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാലാമത്തെ ദിവസം രാത്രിയും അവർക്ക് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അവർക്ക് കേൾക്കാതിരിക്കാൻ കഴിയാത്ത ഒരു ലഹരിയായി മാറിയിരുന്നു. ഈ ദിവസങ്ങളൊക്കെ അവർ കേട്ടു വന്നത് കൊണ്ട് തന്നെ നാലാമത്തെ ദിവസം എന്ന് പറയുന്നത് അവർ കണ്ടതിന് ശേഷമുള്ള നാലാമത്തെ ദിവസമാണ്. അതിനു മുമ്പും അവർ പ്രവാചകന്റെ പാരായണം കേൾക്കാൻ അവിടെ പോയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നാലാമത്തെ ദിവസം അബൂ സുഫിയാന്റെ വീട്ടിൽ മൂന്ന് പേരും ഒരുമിച്ച് കൂടാണ്. അങ്ങനെ ഒരുമിച്ച് കൂടിയതിനു ശേഷം അവർ ഒരു തീരുമാനം എടുക്കണം, നമ്മൾ എന്തായാലും ഇന്ന് രാത്രി എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. നമ്മൾ പോകുന്നത് ആരെങ്കിലും കണ്ടാല് പ്രവാചകന്റെ അരികിലേക്ക് ആളുകൾ അടുക്കാൻ അത് കാരണമായേക്കാമെന്ന് അവർ തീരുമാനമെടുക്കുകയും അങ്ങനെ അന്നത്തെ ദിവസം അത് വല്ലാത്തൊരു ഗ്രന്ഥമാണ്, പ്രവാചകന്റെ വാക്കുകളല്ല എന്ന് അവർ തന്നെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ചരിത്രമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ശത്രുക്കൾക്ക് പോലും അതിനെ അടുക്കാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ പകർത്താനും അവർക്ക് പോലും തോന്നുമെന്നുള്ളതാണ്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാല്. അത് ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പവറല്ല, അത് അമാനുഷികമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ ഓരോ ആയത്തുകളും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ നമുക്ക് തോന്നും. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് താബിഈയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹം ഇറാഖ് ഖുറാസാൻ പാതയിലെ കള്ളനായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അതിലൂടെ പോകുന്ന ഓരോ ആളുകൾക്കും അദ്ദേഹത്തെ പേടിയായിരുന്നു, ഈ ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഈ ഒരു താബിഈയെ. കാരണം ഇറാഖ് ഖുറാസാൻ പാതയിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലൂടെ കടന്നുപോയാൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവുകയുണ്ടായിരുന്നില്ല. അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത്
ഒരു ദിവസം രാത്രി ഒരു വീട്ടിലേക്ക് കക്കാൻ കയറുന്ന സമയത്ത് ഫുദൈൽ റളിയല്ലാഹു അൻഹു ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കുന്നുണ്ട്. ആ ആയത്ത് ഇങ്ങനെയായിരുന്നു: അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാറാനുള്ള സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫുദൈൽ റളിയല്ലാഹു അൻഹു, ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന ഫുദൈൽ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ശരിക്കും എനിക്ക് മാറാനായിട്ടില്ലേ? ഞാൻ എത്രമാത്രം കേട്ടിട്ടുണ്ട്, എത്രമാത്രം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോഴും മാറാനായിട്ടില്ല എന്ന് ഫുദൈൽ റളിയല്ലാഹു അൻഹു മാറിയത് ആ ഒരൊറ്റ ആയത്ത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെയുള്ള ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ മാറ്റിയ ധാരാളക്കണക്കിന് ആളുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെ? ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് കേൾക്കുന്നു, ഊരിപ്പിടിച്ച വാളുമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആക്രമിക്കാൻ കടന്നു പോകുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഖുർആൻ മാറ്റിയ മാറ്റങ്ങളാണ്. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ മുമ്പിലും ഖുർആൻ തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്. ആ ഖുർആനെ കുറിച്ച് പഠിക്കാനും ആ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാനും ആ ഖുർആനെ ജീവിതത്തിലേക്ക് അടുത്തേക്ക് ഖുർആനെ നെഞ്ചോട് ചേർക്കാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് മടങ്ങി ഖുർആനിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. എന്ത്? അമാനി മൗലവിയുടെ തഫ്സീർ വീട്ടിലുണ്ടാവണമെന്നില്ല, നമ്മളെ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. അമാനി മൗലവി തഫ്സീർ ആപ്പിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ആക്കി ഒരു ദിവസം ഒരു 5 പേജെങ്കിലും നമുക്ക് വായിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം. നമ്മൾ വേറെ തഫ്സീറുകളിലേക്കൊന്നും പോകണമെന്നില്ല, അറബി ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണമെന്നില്ല, ഇംഗ്ലീഷോ ഉറുദുവോ ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണമെന്നില്ല. നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് തഫ്സീറുണ്ട്, വായിക്കാനുള്ള സൗകര്യമുണ്ട്, സമയമുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഒരു ദിവസം ഒരു 5 പേജെങ്കിലും ആമുഖം മുതൽ അവസാനം വരെ നമ്മൾ വായിച്ചെടുക്കുകയാണെങ്കിൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടോ, ഏതെല്ലാം മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കാനുണ്ടോ അതെല്ലാം പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. ഖുർആനിലെ ഒരു വചനമാണ്, ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നുള്ളതാണ്. ആരാണോ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കുന്നത് അവന്റെ ഗ്രന്ഥം വായിക്കാനും അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള പല മേഖലകളിലും നമുക്ക് ഭാവിയിൽ അതൊരു നല്ല കാര്യമായിട്ട് ഭവിച്ചേക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിന് സമയം കണ്ടെത്തുമ്പോൾ ഗുഹാവാസികളിൽ കുടുങ്ങിപ്പോയ ഗുഹാവാസികൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഖുർആൻ പഠിച്ചത് റബ്ബേ നിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനാണ് എന്നുള്ള ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോവാൻ പ്രിയമുള്ള വിശ്വാസികളെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിനാണ് ഇത്തരത്തിലുള്ള ഖുർആനിക വചനങ്ങൾ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ അറിയുന്നത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം ഗിഫാർ ഗോത്രത്തിൽ നിന്നും പ്രവാചകനെ പഠിക്കാൻ വേണ്ടി കടന്നു വന്ന ആളായിരുന്നു. ഗിഫാർ ഗോത്രം എന്ന കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. അവിടെ നിന്നും നടന്നുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരികയും പ്രവാചകന്റെ അടുത്ത് നിന്നും പ്രവാചകന്റെ ഖുർആൻ കേൾക്കുകയും അങ്ങനെ അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഗിഫാർ ഗോത്രത്തിൽ നിന്നും വന്ന അബൂദറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂദർ താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ തിരിച്ചു പോവണം, എന്നിട്ട് ഗിഫാർ ഗോത്രത്തിലേക്ക് പോയി അവിടെ നിങ്ങൾ പ്രബോധനം ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഗിഫാർ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു അൻഹു മക്ക വിജയത്തിന്റെ ദിവസം ഒരു വലിയ സംഘത്തെ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ സംഘത്തെ കണ്ടുകൊണ്ട് ആ വരുന്ന സംഘം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു യാത്രാ സംഘത്തിൽ നിന്നും ഒരു ആളുകൾ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അത് ഗിഫാർ ഗോത്രത്തിൽ നിന്ന് കുറച്ച് ആളുകളാണ് പ്രവാചകരെ. അത്രയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഖുർആനെ കൊണ്ട് ഒരാളാണ് മാറിയത്. ആ ഒരാൾ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അവിടെ പോയി പ്രബോധനം ചെയ്തു, അവിടെ പോയി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണോ ഖുർആൻ പറയുന്നത് അത് അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ഗോത്ര സമൂഹത്തെ തന്നെ മാറ്റിയെടുക്കാൻ ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? അത് ഈ ഖുർആൻ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്രയോ സ്വഹാബികളുടെ
ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. തുഫൈൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കവിയായിരുന്നു. അദ്ദേഹത്തെ ഖുറൈശികൾ കൊണ്ടുവരുന്നത് എന്തിനായിരുന്നു എന്നറിയോ? അവരെ പ്രവാചകന്റെ ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ട് തുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ കവിയെ വിളിച്ചു കൊണ്ടുവരുന്നതായിരുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഖുറൈശികൾ പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കരുത്, നിങ്ങളത് കേൾക്കരുത്. അപ്പോൾ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനത് കേൾക്കും, കേട്ടാൽ എനിക്ക് തിരിച്ചു മറുപടി പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് പോയിരിക്കുകയും ഖുർആനെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഖുറൈശികൾ തിരിച്ച് മറിച്ചെഴുതാൻ വേണ്ടിയിട്ട്, മറിച്ച് കവിത എഴുതാൻ വേണ്ടി കൊണ്ടുവന്ന തുഫൈൽ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ കൊണ്ട് മാറ്റം സംഭവിച്ച ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് ഇന്നും മാറ്റം സംഭവിക്കുന്ന നൂറോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഗ്രന്ഥമുണ്ട്, 100 പേർ ഇസ്ലാം സ്വീകരിച്ച ഗ്രന്ഥം. എങ്ങനെയാണ് അവർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് എന്നുള്ളത്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഖുർആൻ വായിക്കുകയും ഈ ഖുർആൻ അവർക്കൊരു സമാധാനവും ശാന്തിയുമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്ത ഒട്ടനവധി ആളുകളെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിക ചുറ്റുപാടുകളിലാണ്. നമ്മൾ ജനിച്ചത് തന്നെ ഒരു ഇസ്ലാമിക ചുറ്റുപാടിലും കാഴ്ചപ്പാടിലും ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒഴുക്കിൽ ഇങ്ങനെ നീന്തിപ്പോയി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒഴുക്കിൽ നീന്തിപ്പോകുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അതെല്ലാം പഠിച്ചെടുക്കുകയും അതിൽ നിന്ന് എന്തെല്ലാം ഉൾക്കൊള്ളാനുണ്ടോ, ഏതെല്ലാം ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് വലിയ അവസരമാണ്. നമ്മൾ മദീനയിലാണ്, നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയം അതിനു വേണ്ടി മാറ്റിവെക്കുകയും ഖുർആനിന്റെ അർത്ഥസഹിതം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വായിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ അത്രമാത്രം മനസ്സിലാവുന്ന രൂപത്തിലാണ് തഫ്സീറുകൾ അമാനി മൗലവി രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒഴിവ് സമയം നല്ലതിനു വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാവാം, നമ്മൾ അറിഞ്ഞും അറിയാതെയും ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ എത്ര വലിയ തെറ്റ് ചെയ്തവനാണ് എങ്കിലും അതിൽ നിന്നെല്ലാം ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എങ്കിലും അതിൽ നിങ്ങൾക്ക് പാപമോചനം തേടിയാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റമുണ്ടാകും. എത്ര തെറ്റ് ചെയ്തവനും എന്ത് ചെയ്യാം? പശ്ചാത്തപിച്ച് മടങ്ങാം. നമുക്കുള്ള അവസരമായി കണ്ടുകൊണ്ട് ഏതെല്ലാം മേഖലകളിലൂടെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടോ, ഏതെല്ലാം മേഖലകളിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ അതെല്ലാം ജീവിതത്തിന്റെ ഓരോ നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലായിക്കൊണ്ട് ജീവിതത്തെ ഖുർആനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയമുള്ള വിശ്വാസികളെ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. കുറഞ്ഞ സമയം സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയും അത് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അത് ജീവിതത്തിലെ വലിയ മാറ്റങ്ങളായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ചിലപ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യമായിരിക്കും, ഓരോ നമസ്കാര ശേഷവും ഒരു പ്രാർത്ഥന പഠിപ്പിക്കാന്ന് വിചാരിച്ചു ഞാൻ. നമുക്ക് അറിയുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ സ്ഥിരം ചൊല്ലാറുള്ളതായിരിക്കാം. ഓരോ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അടുത്ത നമസ്കാരത്തിന്റെ ഇടയിൽ അസർ, അടുത്ത അസറാണല്ലോ വരുന്നത്, അസർ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ മഗ്രിബ് വരെയുള്ള സമയത്തിന്റെ ഇടയിൽ നമ്മൾ മരിച്ചു പോയാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവന് സ്വർഗത്തിലാണ് എന്ന്. ഒരു നമസ്കാരത്തിന് ശേഷം അയാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യാണ്, അടുത്തൊരു നമസ്കാരം വരെയുള്ള ഒരു ഗ്യാപ്പിൽ അയാൾ മരിച്ചു പോവാണ്. മഗ്രിബിന് ശേഷം അയാൾ പാരായണം ചെയ്തു, ഇശാന് ശേഷം അയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇശാന് ശേഷം അയാൾ പാരായണം ചെയ്തു, സുബ്ഹയാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിളാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന. ഓരോ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി ചൊല്ലാൻ നമുക്ക് കുറെ സമയമൊന്നും ആവശ്യമില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഓരോ സമയത്തും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ കുറെ ഓഫറുകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഓഫറുകളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കാം. അതുകൊണ്ട് തന്നെ അസർ മുതൽ നമ്മൾ ചൊല്ലാറുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷെ,
എന്നാൽ ചൊല്ലാൻ മറന്നു പോകുന്നുണ്ട് എങ്കിലും ഈ ഒരു വിഷയം, ഈ ഒരു മനസ്സിൽ ഈ ഒരു നെയ്യത്ത് വെച്ചിട്ട് ഓരോ ആദ്യഘട്ടത്തിൽ ചിലപ്പം അത് തുടർന്ന് പോരാൻ കഴിഞ്ഞോണമെന്നില്ല, പക്ഷെ അത് നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യാതെ നമ്മൾ ഒരിക്കലും എഴുന്നേറ്റ് പോരില്ല എന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. അത് ഓരോ പ്രാർത്ഥനകളും ഇങ്ങനെ ചൊല്ലി ആയത്തുൽ കുർസിയും പാരായണം ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു രൂപം ഉണ്ടാക്കാൻ പരമാവധി പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പകർത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാനും ഖുർആനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കാനും ഒരാൾ കാണുമ്പോൾ അവന്റെ ജീവിതം അത് ഖുർആനാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാനും നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.